ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വൃദ്ധ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോ ആ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങളുടെ പേരെന്താ? ഇതേവരെ ആ മനുഷ്യൻ എല്ലാ രാത്രിയിലും മുടങ്ങാതെ വരുന്നുണ്ട്, ഇതേവരെ പേര് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടുടനെ തൽഹത്തദാ കരയുന്നേ, അറിവുണ്ടോ ഉമ്മായെ അതാരാണെന്നേ. ഇത് കേട്ട തൽഹാ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ഉമ്മ, ആ വന്ന ആളാരെന്ന് നിങ്ങൾക്കറിയോ? ആ മനുഷ്യനാണ്, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ള ഇമാമാണല്ലോ. കിസ്റാ ഭരിക്കും കൈസറും കേട്ടുന്നടാ, മിസ്രിൽ മുഖൗഖിസ് കേട്ടുടൻ വിറക്കുന്നതാ. ആ മനുഷ്യനാണ് ഉമർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വേഷങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ ആയുഷ്കാല ചംക്രമണത്തിന് മുഴുവനും ലോകത്തേതൊരു മനുഷ്യനും പിൻപറ്റാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃകയായി സഹാബത്ത് മാറി. നിങ്ങളൊരു കാര്യം അറിയണം, ഇതൊരു സഹാബിയുടെ കഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു. സഹാബികളാരാ? മന്ദബുദ്ധികളായ സഹാബികൾ പോലും ഉണ്ടായിരുന്നു. സഹാബാക്കളിൽ ചില സഹാബികൾ, എന്നെ തുറച്ചു നോക്കണം എന്തിനാ? സഹാബാക്കളിൽ ചില സഹാബികൾ മന്ദബുദ്ധികളായിരുന്നു, ഒന്നും അറിയില്ല. പക്ഷേ അവർ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ ആ പദവിയിലോട്ട് മാറി. ഖുർആനിൽ ആയത്തിറങ്ങി, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ നോമ്പിനിടയത്താഴം കഴിച്ചോളുക. ആയത്തിറങ്ങി. കറുത്ത നൂലിൽ നിന്ന് ഒരു ഉദാഹരണം, വെളുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ആയത്തിറങ്ങി. ആയത്തിന്റെ അർത്ഥം കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ ഇടയത്താഴം കഴിക്കാനാണ്. ഒരു സഹാബി ആയത്ത് നബി തങ്ങൾ ഓതിയ ഉടനെ ഉക്കാല ചന്തയിൽ പോയി ഒരു കെട്ട് കറുത്ത നൂലും ഒരു കെട്ട് വെളുത്ത നൂലും വാങ്ങിച്ചു. ആ സഹാബി നേരെ അത് കൊണ്ടുവന്ന് തലയണയുടെ അടിയിൽ വെച്ചു. ആയത്ത് കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേറിട്ട് വരുന്നത് വരെ ഇടയത്താഴം കഴിക്കാനാണ്. ആയത്തിന്റെ അർത്ഥം ഖുർആന്റെ സാഹിത്യമാണത്. ഭയങ്കര സാഹിത്യം. കറുത്ത മേഘം മാറി ഫജ്ർ സാദിക്ക് വെളുത്ത മേഘം വന്നാൽ അതുവരെ കഴിക്കാനാണ് അർത്ഥം. സഹാബി ഒരു കറുത്ത നൂലും വെളുത്ത നൂലും മാറ്റി സഹാബി കൊണ്ട് തലയണയുടെ അടിയിൽ വെച്ച്, നോക്ക് ഇങ്ങോട്ട് നോക്ക്, ഇത് സഹാബി. എന്നിട്ട് ഈത്തപ്പഴത്തിന്റെ കുട്ട കൊണ്ടുവന്ന് അതിന്റെ മുകളിലും വെച്ചു. ആ സഹാബിയിൽ ഈത്തപ്പഴം തിന്നാൻ തുടങ്ങി. ഇടയ്ക്ക് ഈത്തപ്പഴം തിന്നും, തലയണ പൊക്കി നോക്കും, അപ്പോഴും കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വന്നിട്ടില്ല. പിന്നെയും കുട്ടയിൽ ഈത്തപ്പഴം തിന്നും, തലയണ പൊക്കി നോക്കും, അപ്പോഴും കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വന്നിട്ടില്ല. ഈത്തപ്പഴം തിന്നും, തലയണ പൊക്കും, കറുത്ത നൂലും വെളുത്ത നൂലും അങ്ങനെ ഇരിക്കുക, വേർപെട്ട് വന്നില്ല. തിന്നുകൊണ്ടിരുന്ന് ബാങ്കും വിളിച്ചു. വല്ലാത്ത സങ്കടത്തോടെ ഈ സഹാബി ഹബീബായ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബി എന്ത് പണിയാണ് നബിയെ കാണിച്ചത്? ഇന്നലെ അല്ലേ പറഞ്ഞത് കറുത്ത നൂലും വെറുത്ത നൂലും വേർപെട്ട് വരുന്ന ഇടയത്താഴം കഴിക്കാൻ? ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന് ബാങ്ക് വിളിച്ചു, എൻ്റെ നോമ്പ് പോയി നബിയെ. ഇതെന്തിട്ട് പറച്ചിലാ പറഞ്ഞത്? നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ